ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്ന് നമുക്ക് തോന്നുമ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ക്യാപ്സിക്കം കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും, അതേപോലെ നല്ല ടേസ്റ്റി ആയിരിക്കും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി മീഡിയമായിട്ട് ചൂടുള്ള പാനിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ഉരുളക്കിഴങ്ങിനെ ഞാൻ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിനെ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം, ലൈറ്റൊരു ചുവന്ന കളർ വരുന്നവരെ. അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് ലൈറ്റൊരു ചുവന്ന കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം അതേ പാനിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ 1 കപ്പ് ഉള്ളി കുറച്ച് വലിയ സൈസിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളി ലൈറ്റായിട്ട് ചുവന്ന കളർ വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റിൻ്റെ ആ പച്ച ടേസ്റ്റും കൂടി ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഇവിടെ ഉള്ളി ലൈറ്റായിട്ട് ചുവന്ന കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് പാകത്തിന്. ഇവിടെ നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയിട്ട് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഫ്ലെയിം വീണ്ടും മീഡിയമിലേക്ക് ആക്കിയിട്ട് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളീനെ നന്നായിട്ടൊന്ന് വെന്ത് കുറച്ച് സോഫ്റ്റ് ആവുന്നവരെ വേണം ഒന്ന് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഇവിടെ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ക്യാപ്സിക്കം മീഡിയമായിട്ട് ഈ സൈസിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ വേറെ കളറിലെ ക്യാപ്സിക്കം കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. മഞ്ഞ കളർ കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ കറി നല്ല കളർഫുള്ളായിരിക്കും. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മസാലയൊക്കെ ഉരുളക്കിഴങ്ങ് ക്യാപ്സിക്കം ഉള്ളിയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിക്കാണ്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കുമ്പോൾ ഇടയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ക്യാപ്സിക്കം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ച് കൊത്തമല്ലി ഇലയും കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ കറി ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചാൽ, ഉരുളക്കിഴങ്ങിനെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് തന്നെ വേണം കറി ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങിനെ ക്യാപ്സിക്കമിൻ്റെ കൂടെ വേവിക്കുമ്പോൾ അധികം നേരം വേവിക്കേണ്ടി വരില്ല. ക്യാപ്സിക്കമിനെ കൂടുതൽ വേവിക്കരുത്. അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങിനെ ഷാലോ ഫ്രൈ ചെയ്ത് കറി ഉണ്ടാക്കണം എന്ന് പറയുന്നത്. പിന്നെ 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ കറീനെ വേവിച്ചെടുക്കുമ്പോൾ ഇടയിലൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പൊടിയായിട്ട് അരിഞ്ഞ കൊത്തമല്ലി ഇല ഇതിലേക്ക് ഇട്ടിട്ടും ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.